ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മളുടെ ആമീൻ്റെയും കൊച്ചുവിൻ്റെയും 28, അതായത് നൂലുകെട്ടും പേരുവിളിൻ്റെയും ഒരു ചെറിയ വീഡിയോ ആണ്. എനിക്ക് അധികം ഒന്നും എടുക്കാൻ പറ്റിയില്ല, പക്ഷേ എന്നെക്കൊണ്ട് പറ്റാനത്ര മാക്സിമം ഞാൻ എടുത്തിട്ടുണ്ട്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. यादव 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 यादवी यादवी അപ്പോൾ ആദ്യമായിട്ട് പേര് വിളിക്കുന്നത് കൊച്ചൂനെയാണ്. കാരണം അവനാണ് ഒരു മിനിറ്റ് മൂത്തത്. അപ്പോൾ കൊച്ചൂനെ എടുത്തിട്ട് എൻ്റെ ബ്രദറാണ് പേര് വിളിക്കുന്നതും ചരട് കെട്ടുന്നതൊക്കെ എൻ്റെ ബ്രദർ തന്നെയാണ്. അപ്പോൾ അവനാണ് ആദ്യം എടുത്തിട്ട് തലയിലും അതുപോലെ തന്നെ നെറ്റിയിൽ, വായയിൽ, പിന്നെ കാലിൻ്റെ അടിയിൽ, കൈയിൻ്റെ അടിയിൽ, നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഏപ്പുകളിലും വ്യായാമം കൂട്ട് അരച്ച് ആദ്യം തേക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചരട് കെട്ടുന്നുണ്ട്. ചരട് കെട്ടാനായിട്ട് പഞ്ചലോഹത്തിൻ്റെ ചരടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അവനും ഞാനും കൂട്ടാണ് ചരട് കെട്ടുന്നത്. അപ്പോൾ രാവിലെ ഒരു 10 മണിയും 10:30 ഇടയിലായിരുന്നു മുഹൂർത്തം. 9:30 ആകുമ്പോഴേക്കും ചേട്ടനും എല്ലാവരും എത്തിയിരുന്നു. അധികം പേരൊന്നും ഉണ്ടായിരുന്നില്ല. ചേട്ടൻ്റെ ഫാമിലിയും അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയും ടോട്ടൽ ഒരു 10-11 പേര്, അത്ര പേരുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഉണ്ണിയും ചേട്ടനും തീരെ ഇരുന്നിട്ടില്ല. ഉണ്ണിക്ക് നല്ല വാശിയായിരുന്നു എല്ലാവരും ഒരുമിച്ച് കണ്ടപ്പോൾ. പിന്നെ അതുപോലെ തന്നെ ചേട്ടൻ തന്നെ എടുക്കണം എന്നുള്ള വാശിയിലുകൊണ്ട് ചേട്ടനും ഫംഗ്ഷൻ അധികം നേരം നമ്മുടെ കൂടെ ഇരിക്കാൻ പറ്റില്ല. ചേട്ടൻ ഇരിക്കലും എനിക്കലും ഒക്കെ ആയിരുന്നു. പിന്നെ ഉണ്ണിയുടെ ആദ്യത്തെ നമ്മുടെ ഉണ്ണിയുടെ അവൻ്റെ പേര് വിളിയും ചരട് കെട്ടുന്ന വീഡിയോ ഞാൻ ഈ ചാനലിൽ ഫസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ അതാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ അതിൽ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കുക. അങ്ങനെ നമ്മുടെ കൊച്ചൂനിട്ടുള്ള പേരെന്ന് പറയുന്നത് യാദവ് എന്നാണ്. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് വിളിക്കുന്നത് അവനെ ശ്രീ പരമേശ്വരൻ എന്ന് വിളിച്ച ശേഷമാണ് നമ്മൾ അവൻ്റെ ഒറിജിനൽ പേരായ യാദവ് എന്ന് വിളിക്കുന്നത്. പിന്നെ നമുക്കൊരു അരമണിക്കൂർ ടൈം ഉണ്ടായിരുന്നല്ലോ എല്ലാ ചടങ്ങിനും വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ഹറിബറി ആയിരുന്നു. നമുക്ക് ആ ഒരു അരമണിക്കൂറിൽ തന്നെ കുറച്ച് സമയം നമുക്ക് ഒരിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിരുന്നു. കാരണം ഇവിടെ വീട്ടിൽ അമ്മ തന്നെയുള്ളൂ എല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള കുറച്ചൊരു ഹറിബറിയായിട്ട് കുറച്ച് ടൈം അതിലും പോയി. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും അങ്ങനെ പേര് വിളിക്കാൻ പറ്റിയില്ല. എനിക്കങ്ങനെ ചടങ്ങും കാര്യങ്ങളും കൃത്യമായിട്ട് അറിഞ്ഞിരുന്നില്ല. പക്ഷെ നമുക്കെല്ലാം പറഞ്ഞു തരാനായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേച്ചിയുടെ അമ്മയുണ്ടായിരുന്നു. അപ്പോൾ ആൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ ചിട്ടക്കും കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു. അപ്പോൾ കൊച്ചുവിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ടൈം അത്യാവശ്യമായിരുന്നു. ഒരു 10-20-25 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആമിയുടെ ചരട് കെട്ടും പേരുവിളൊക്കെ ഉണ്ട്. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലോക്കിലേക്ക് നോക്കുന്നത്. ഇവരുടെ പേരുകളെ പറ്റിയിട്ടുള്ള ആ ഒരു അഭിപ്രായം നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ. കുറച്ച് പേര് വെയിറ്റിംഗ് ആയിരുന്നു എന്നറിയാം നമ്മുടെ ഈ ഒരു വ്ളോഗും നൂലുകെട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി. പക്ഷേ ഇടാൻ ലേറ്റ് ആയത് വേറെ ഒന്നുമല്ല. ഇന്നലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അത്യാവശ്യം നല്ല ടയേർഡായിരുന്നു. പിന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല മടി പിടിച്ച് പിന്നെ അങ്ങനെ കടുപ്പായി. പിന്നെ ഇപ്പോൾ വന്നിട്ട് അറിഞ്ഞാലുള്ളതാണ് ചേട്ടൻ്റെ അമ്മ. നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവർ മാത്രമേ പരിപാടിയിൽ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാവരെയും ഓരോരുത്തരായി പരിചയപ്പെടുത്തി തരാം കേട്ടോ. അതുപോലെ തന്നെ ബാക്കിലൊരു കളിക്കുന്നുണ്ടല്ലേ, അത് എൻ്റെ ചേട്ടൻ്റെ ചേച്ചിയുടെ ഇളയ മോനാണ്. കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഇത്തിരി പതുക്കെ പോയിരുന്നു. പക്ഷേ ആമീനെ ഭയങ്കര സ്പീഡപ്പായിരുന്നു. പിന്നെ ഇപ്പോൾ വന്നിട്ട് ഗോൾഡ് ഇടുന്നത് ചേട്ടൻ്റെ ചേച്ചിയാണ്, എൽഡർ സിസ്റ്ററാണ്. പിന്നെ എൻ്റെ അടുത്തിരിക്കുന്നത് എൻ്റെ ബ്രദറാണ്, എൻ്റെ അനിയനാണ്, അമ്മാവനാണ് അവരുടെ. അപ്പം അമ്മാവനാണ് ഈ പരിപാടികളൊക്കെ ചെയ്യണത്. അതുപോലെ ഇവിടെ 28-ന് തന്നെയാണ് നൂലുകെട്ടും പേരുവിളിയും നടത്തുന്നത്. അങ്ങനെ കൊച്ചുവിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ അവനെടുത്ത് കൊണ്ടുപോയി. കാരണം അവൻ ഇത്തിരി വാശി പിടിച്ച് കരഞ്ഞിട്ടാണ് ഇരുന്നിരുന്നത്. അടുത്തത് നമ്മുടെ മോളാണ്, ആമീനെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആമീനെ ആദ്യം ശ്രീ പാർവതി എന്നാണ് പേര് വിളിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അവളുടെ ഒറിജിനൽ പേര് വിളിക്കുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് ചരട് കെട്ടി, അതുപോലെ തന്നെ തലയിൽ മേത്തൊക്കെ എത്തിച്ച് വെള്ളം തെളിച്ചു, വയമ്പം കൂട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് അവരെ പേര് വിളിക്കുന്നത്. അവളുടെ പേര് വിളിച്ചത് യാദ്രി എന്നാണ്. അപ്പോൾ ഉണ്ണികളുടെ 2 പേരുടെ പേരും വരണത് യാദവ്, യാദ്രി എന്നാണ്. ഉണ്ണിക്ക് പേരിട്ടത് യുഗ് ശ്രീദേവ് എന്നായിരുന്നു. അപ്പോൾ ആ ഒരു കോമ്പിനേഷനിൽ തന്നെ വന്നോട്ടെന്ന് കരുതിയിട്ടാണ് ഇവർക്ക് 2 പേർക്കും യാദവ്, യാദരി എന്നിട്ടത്. അവരുടെ സെക്കൻഡ് നെയിമായിട്ട് വേണത് യാദവ് ശ്രീദേവും യാദ്രി ശ്രീദേവും എന്നാണ്. പക്ഷെ നമ്മളിപ്പോൾ ശ്രീദേവ് എന്ന് വിളിച്ചിട്ടില്ല. നമ്മളിപ്പോൾ യുഗ്, യാദവ്, യാദ്രി അങ്ങനെ മാത്രമാണ് നമ്മൾ പേര് വിളിച്ചിട്ടുള്ളൂ. ഫസ്റ്റ് ഉണ്ണിയുടെ പേര് വിളിയുടെ സമയത്ത് യുഗ് എന്ന് വിളിക്കാൻ തന്നെ എല്ലാവർക്കും ഭയങ്കര മടിയായിരുന്നു. എല്ലാവർക്കും ഭയങ്കര കോമഡി പേരായിട്ടാണ് തോന്നിയത്. പക്ഷെ ഞാനാട്ടോ ഈ 3 പേരും കണ്ടുപിടിച്ചത് ഞാൻ തന്നെയാണ്. യുഗ് എന്നുള്ള പേരായാലും യാദവ് എന്നുള്ളതും യാദ്രി എന്നായാലും. അപ്പോൾ പേരുകൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണേ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. അങ്ങനെ ആമിയുടെ പേര് വിളിയും ചരടുകെട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ അമ്മ വന്നിട്ട് അവൾക്ക് അരയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനത് ശരിക്കും ഒരു ഫുൾ ഡേ വ്ളോഗ് എടുക്കണമെന്ന് കരുതിയതാണ്, ഡേ ഇൻ മൈ ലൈഫ് പോലെ തന്നെ. പക്ഷേ അത് നടന്നില്ല. കാരണം നമ്മളാണല്ലോ ഇതിൽ മെയിൻ. അപ്പോൾ നമ്മൾ ഈ ഒരു പരിപാടിക്ക് ഇരിക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കുക, നമ്മൾ വ്ളോഗ് എടുക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇത്രയും വീഡിയോകൾ എടുത്തത് ചേച്ചിയുടെ മോളാണ്. അപ്പോൾ ആൾ ഇത്രയും വീഡിയോസ് എടുത്തതുകൊണ്ട് എനിക്ക് അറ്റ്ലീസ്റ്റ് ഇതൊരു വ്ളോഗായിട്ട്, വ്ളോഗല്ല എന്നാലും നൂലുകെട്ടിൻ്റെ ജസ്റ്റ് ഒരു ചടങ്ങ് ഫംഗ്ഷൻ പോലെയൊക്കെ ആയിട്ട് ഒരു വീഡിയോ ഇടാൻ പറ്റി. അപ്പോൾ ആൾക്കൊരു ബിഗ് താങ്ക് യു.
ഉണ്ണിയുടെ നൂലുകെട്ടും 28 അവൻ്റെ പേരുവിളിയും കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കതൊക്കെ ഭയങ്കര ഒരു ഇമോഷണൽ റോളർ കോസ്റ്ററായിട്ട് തോന്നുന്നത്. പക്ഷേ ഈ ഒരു പരിപാടി ഞാൻ അത്രയും ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ട് ഹാപ്പി ആയിട്ട്, അതായത് ചുറ്റിനും ആരുമില്ലാത്ത പോലെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് നടത്തിയൊരു പരിപാടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യണത്. ആ സമയത്ത് മറ്റേ പരിപാടിക്ക് ഞാൻ ഭയങ്കര കൺസേൺഡ് ആയിരുന്നു. എന്താ ബോഡി ഒരുപാട് വെയിറ്റ് കൂടിയതിനും അതുപോലെ തന്നെ ബോഡി ഷേമിങ്ങിനെ പറ്റി ആലോചിച്ചിട്ടൊക്കെ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടാണ് ഞാൻ ഇരുന്നിരുന്നത്. നിങ്ങളിപ്പോൾ വീഡിയോ കാണാൻ നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവും, ഞാൻ ഭയങ്കര ചടഞ്ഞുകൂടി എന്താ ഒട്ടും ഹാപ്പി അല്ലാണ്ടിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ, ഞാൻ എന്താ പറയുക ഭയങ്കരമായിട്ട് ആസ്വദിച്ചായിരുന്ന കുറച്ച് മൊമെൻറ്റ്സാണ് അതൊക്കെ. അങ്ങനെ പേരുവിളിയും ചരടുകെട്ടൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ ഫാമിലീസാക്കി എടുത്തിരുന്നു. അതൊക്കെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചരടുകെട്ടും പേരുവിളിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കൂടി ലഞ്ച് കഴിച്ചു. സദ്യ ആയിരുന്നു, നമ്മൾ പുറത്തുനിന്നാണ് ഫുഡൊക്കെ വാങ്ങിയത്. അങ്ങനെ നമ്മൾ നല്ല സദ്യയും പായസമൊക്കെ കഴിച്ചിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം ഒരു 2 മണി 2:30 ടൈം ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞല്ലേ, സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞല്ലേ, കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അപ്പോൾ ഇതേ ഹാളിൽ ആൻറ്റിമാരൊക്കെ കൂടി നല്ല വർത്തമാനം പറയാണ്. അപ്പോൾ ഇതായിരുന്നു ചേച്ചിയുടെ അമ്മ, ആളാണ് നമുക്കെല്ലാം പറഞ്ഞത്. പിന്നെ ഇതാണ് എൻ്റെ വല്യമ്മ, ബാക്കിലിരിക്കുന്നത് വല്യമ്മേരെ മോളുടെ ഹസ്ബൻഡാണ്. ആൾ അടിപൊളി ഫോട്ടോഗ്രാഫർ ആട്ടോ. ആൾ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട്, ബേബി ഫോട്ടോഷൂട്ട്, അതുപോലെ തന്നെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി എല്ലാതും അടിപൊളിയാണ്. അപ്പോൾ ആളുടെ പേജിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ആളൊന്ന് വിളിച്ച് സംസാരിക്കുക, ആളെല്ലാതും സെറ്റാക്കി തരും. ഉണ്ണിക്ക് പിന്നെ എന്തെങ്കിലും ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആൾ കൂടി കഴിഞ്ഞാൽ പരിപാടി ആയി കഴിഞ്ഞാൽ അവന് ഫുഡും വേണ്ട, അമ്മയും വേണ്ട, അച്ഛനും വേണ്ട, കളിച്ചാൽ മതി, അങ്ങനെയാണ് അവൻ തകർത്ത് കളിക്കുകയായിരുന്നു. പിന്നെ ഈ ഒരു ഫംഗ്ഷൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എത്തിയിട്ടോ, അതായത് എല്ലാവരും തിരിച്ച് പോവാണ്. അപ്പോൾ 3 മണി 3:30 സമയത്തെപ്പോൾ എല്ലാവരും തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ ഉണ്ണികളുടെ നൂലുകെട്ടിൻ്റെയും പേരുവിളിയുടെയും വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അത് എല്ലാവർക്കും ബൈ.